ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാരദാമ്മ ഒന്ന് നിന്നേ. ഒരു കാര്യമുണ്ട്. എടാ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ശാരദാമ്മ, ഞാൻ വന്നത് തന്നെ ശാരദാമ്മയോട് ഒരു കാര്യം പറയാനാ. എനിക്ക് തോന്നി നീ വന്നിരിക്കുന്ന എന്തോ ഒരു കോളും കൊണ്ടാണെന്ന്. എൻ്റെ ഈ വരവ് തന്നെ ഇവളെ കാണാൻ വേണ്ടിട്ടാ. ഇപ്പൊ നീ എന്നെ കൊണ്ട് ബലമായി പറയിപ്പിച്ച ഈ മാപ്പിന് ഞാനൊരു വിലയിടും വിഷ്ണു. അത് താങ്ങാൻ നീ നിന്റെ അച്ഛനും തയ്യാറായിക്കോ. ഈ പുന്നാര അനിയന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അയാൾക്കുള്ള കൊലച്ചോറും പിന്നെ ഞാൻ വയ്ക്കുന്ന ബലിച്ചോറും. അമ്മേ, നീ വല്ലതും കഴിച്ചോ? നോക്ക്, അമ്മയോട് കള്ളം പറയരുത്. പറ, നീ കഴിച്ചോ ഇല്ലയോ? ഇല്ലമ്മേ. നേരെ വണ്ണം നല്ല ഭക്ഷണം കഴിക്കാതെ എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. എന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നേ? അനൂപ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേടാ. നീ എത്ര പൊക്കം വെച്ചാലും എനിക്ക് കൺമുന്നിൽ നീ കുഞ്ഞു തന്നെയാ. അല്ല, ഞാൻ ഇതാരാന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നാ ഇനി അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്റെ ഫ്രണ്ടാ, പേര് നൂർജഹാൻ. ഓ, നൂറേ, ഇതെന്റെ ശാരദാമ്മ. എന്റെ അമ്മയെക്കാളും എന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, എന്റെ എല്ലാം ആയിട്ടുള്ള എന്റെ വളർത്തമ്മാന്ന് തന്നെ പറയാം. ബാക്കി കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ ഇതാണ് കുടുംബശ്രീ ശാരദാമ്മ. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചോ? ശാലിനി ചേച്ചിയുടെ ഹസ്ബൻഡ് വിഷ്ണുവേട്ടനും കുടുംബവും താമസിക്കുന്നത് ഞങ്ങളുടെ വാടക വീട്ടിലാ. ഓ, അതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ എനിക്കറിയാം. കൊള്ളാം, പഴയൊരു തറവാട്. എനിക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞാനൊന്ന് കേറി കണ്ടോട്ടെ? മോളെ എവിടെ വേണമെങ്കിലും കേറി കണ്ടോ. ഞങ്ങളുടെ അനൂപിന്റെ കൂടെ വന്ന കുട്ടിയല്ലേ, ഞങ്ങക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. കണ്ടുവരുമ്പോ ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട ശാരദാമ്മേ, അതൊക്കെ ഞങ്ങൾ കുടിച്ചതാ. ഞാൻ ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ? ഓ, എടാ നീ വാ. ശാരദാമ്മേ, ഞാൻ കുഞ്ഞീച്ചയെ കണ്ടിരുന്നു. അവള് പറഞ്ഞു. ഞാനപ്പോ ചോദിക്കുകയും ചെയ്തു, എന്നിട്ട് എന്താ നിന്നെ വീട്ടിലേക്ക് വിളിക്കാത്തേന്ന്. നീ വാ, ഞാൻ ചായ എടുക്കാം. ശാരദാമ്മ ഒന്ന് നിന്നേ. ഒരു കാര്യമുണ്ട്. എടാ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ശാരദാമ്മ, ഞാൻ വന്നത് തന്നെ ശാരദാമ്മയോട് ഒരു കാര്യം പറയാനാ. എനിക്ക് തോന്നി നീ വന്നിരിക്കുന്ന എന്തോ ഒരു കോളും കൊണ്ടാണെന്ന്. എൻ്റെ ഈ വരവ് തന്നെ ഇവളെ കാണാൻ വേണ്ടിട്ടാ.
എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയോ നൂറിനെ? പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ, സമ്മതിക്കില്ല. അച്ഛൻ അവിടെ വരാറില്ല, ഇവിടെയില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആരോട് ചെന്ന് പറയും? എന്നെ സഹായിക്കണം. സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. മോനെ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ നിന്റെ അമ്മ രാജേശ്വരി ഒട്ട് സമ്മതിക്കുകയില്ല. നിനക്കറിയാവുന്നതല്ലേ നിന്റെ അമ്മ രാജേശ്വരി ഇവിടെ വന്നുണ്ടാക്കിയിട്ടുള്ള പുകിലുകളൊക്കെ. 10 ലക്ഷം രൂപയുണ്ട്. ഈ കൂനാച്ചിപ്പുരയ്ക്കും കടയ്ക്കും എല്ലാത്തിനും ചേർത്തുള്ള വിലയാ. ഇപ്പൊ ഇത് കൈപ്പറ്റി സന്തോഷത്തോടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഒഴിഞ്ഞു തരണം ശാരദാമ്മ. നിന്റെ അച്ഛനെ ഇവിടുന്ന് വലിച്ചിറക്കി വരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ജീവിതം തകർത്തോണ്ടാ രാജേശ്വരി കടന്നു വന്നത്. പക്ഷെ എന്നിട്ടും നിന്റെ അമ്മ പറയുന്നത് ഞാനാ അവരുടെ ജീവിതം തകർത്തതെന്നാ. ഇനി നിന്റെ പേരില് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണോ? അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാ ഞാനും എന്റെ മക്കളും കടന്നു പോകുന്നത്. അതിന്റെ ഒപ്പം ഇതും കൂടി വേണോ മോനെ? നീ ഒന്ന് എന്റെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ശാരദാമ്മ സഹായിക്കണം. സഹായം ചോദിക്കാൻ എനിക്ക് മറ്റൊരു സ്ഥലമില്ല. അതെ, ഇനിയും വൈകിയ ബാപ്പച്ചി അന്വേഷിക്കും. നമുക്ക് പോവാം. അല്ല മോനെ, എന്തെങ്കിലും കുടിക്കാതെ എങ്ങനെയാ? കുറെ നാളുകൂടി വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ശാരദാമ്മേ, ഞങ്ങൾ ഇനിയും വരും. അത് ശരിയാവൂല. നിങ്ങൾ ഇരിക്കെ, ഞാൻ എന്തായാലും ചായ എടുക്കാം. കേറിയിരിക്കെ. ഈശ്വര, ഇത് കുഴപ്പമാ, വലിയ കുഴപ്പമാവും ഉറപ്പ്. ദേവി കാത്തോളണേ.